സിന്ധൂസ് ഫുഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാനൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ദിവസം മുന്നേ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അരി കുതിർത്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വട്ടയപ്പമാണ്. കുറേ പേര് കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കറക്റ്റായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 1/4 കപ്പോളം അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു അവലൊന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വട്ടയപ്പത്തിന് എടുക്കുന്ന അവൽ വെള്ള അവൽ തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്. മട്ട അവലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ആ ഒരു നല്ല വെള്ള കളർ കിട്ടിയില്ല. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസ് പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് അളവിൽ നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് വരെയൊക്കെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് എടുത്തിട്ടില്ല, 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഒരു വട്ടയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതിൻ്റെ ഉള്ളിലെ കുരു മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലത്തെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ടാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവലുണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല, അവലിങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടാവും കേട്ടോ വെള്ളമൊക്കെ. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഒരു കാര്യം, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാരെങ്കിലും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുതേ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാർ എടുക്കാം. ഈ ഒരു മിക്സി ജാറിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഏറ്റവും അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കാണ്ടിരിക്കാനാണ് കേട്ടോ. ചിലപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു മിക്സിയുടെ ബ്ലേഡ് ഇങ്ങനെ തിരിയാതൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ പൊടി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള ആ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് അരച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടി പോവണ്ട, കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വട്ടയപ്പം ഒട്ടും ശരിയാവില്ല. ഇപ്പോൾ മാവ് ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുന്ന പാത്രം കുറച്ച് വലുതായിരിക്കണം, കാരണം അത് നമ്മൾ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഒരു മാവൊക്കെ നന്നായിട്ട് ഇങ്ങനെ പുളിച്ച് പൊങ്ങിയിട്ടൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകും കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ. അതിലോട്ട് നമ്മളിനി വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് നല്ല തിക്കായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഞാനിവിടെ 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. 2 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കുത്തി ഇളക്കൊന്നും ചെയ്യരുത്. പിന്നെ ഓരോ സ്ഥലങ്ങളിലെ കാലാവസ്ഥക്കൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കട്ടെ ഒരു മാവ് ഇങ്ങനെ പൊങ്ങി വരേണ്ട ആ ഒരു ടൈമൊക്കെ. അപ്പോൾ പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കിയിട്ടെടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ വട്ടയപ്പം റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേണ്ടിയിട്ട് ഒരു മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1/4 ഭാഗത്തോളം മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് വേറെ ചെറിയൊരു കിണ്ണത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോണ്ട് കനത്തിലാണോ ഈ ഒരു വട്ടയപ്പം വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് ആവി കയറ്റി വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടുത്തെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. തട്ടൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വട്ടയപ്പത്തിൻ്റെ മാവ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിതൊരു 20 മിനിറ്റ് കൊണ്ടാണ് വെന്ത് കിട്ടിയത്.
അപ്പോൾ ഈ ഒരു വട്ടയപ്പത്തിൻ്റെ മാവ് കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട്, കാരണം കുറച്ചിട്ടൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്തിട്ടൊക്കെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ കുറച്ചധികം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കാരണം എനിക്കിതൊരു 20 മിനിറ്റ് കൊണ്ടാണ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ ഇതൊരു 15 മിനിറ്റൊക്കെ ആയപ്പോൾ ഒന്ന് തുറന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താലും മതി. പിന്നെ ഇതിന് പകരമായിട്ട് നട്ട്സോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ടൂട്ടി ഫ്രൂട്ടി പിന്നെ ചെറിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കളറ് ഇതിലിങ്ങനെ പിടിക്കും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം ഇതേ വട്ടയപ്പമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എടുത്തിട്ടൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് ചെറിയൊരു ബൗളിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ആ ഒരു ബൗളിലും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വട്ടയപ്പം അതേ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് എടുക്കാം കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. പാത്രത്തിൽ വെളിച്ചെണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുള്ളത് കാരണം ഈസി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യമായിട്ടൊക്കെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നവർ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇതുപോലെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള സൈസിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. പിന്നെ ഞാനൊരു അരി വെച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ എൻ്റെ സ്ക്രീനായിട്ടും പിന്നെ ലിങ്കൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്